സുഹൃത്തുക്കളെ, ചിലപ്പോൾ ഒരു രാജ്യം തൻ്റെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിൻ്റെ ഡിക്ലറേഷൻ നടത്തുന്നത് വലിയ പ്രസ് കോൺഫറൻസിലൂടെയോ ഒഫീഷ്യൽ ഡിക്ലറേഷനിലൂടെയോ ഒന്നും ആവില്ല. ഒരു വലിയ കരാർ ഒപ്പിടൽ ചടങ്ങിൽ പോലും അത് കണ്ടു എന്ന് വരില്ല. ചിലപ്പോൾ അത് വെറും കുറച്ച് സെക്കൻഡുകൾ മാത്രം നീളുന്ന ഒരു വീഡിയോ ദൃശ്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഒരു സാധാരണക്കാരൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു റഡാറിൻ്റെ ചെറിയൊരു ദൃശ്യം. പക്ഷേ ഡിഫൻസ് അനലിസ്റ്റുകൾ അതിൽ കണ്ടത് മറ്റൊന്നാണ്. ഇന്ത്യയുടെ ആകാശ പ്രതിരോധത്തിൽ സംഭവിച്ച വളരെ ഗൗരവമുള്ള ഒരു നിശബ്ദ നീക്കം. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള നെബോ UM ആന്റി സ്റ്റെൽത്ത് റഡാർ ഇന്ത്യൻ പ്രതിരോധ ശൃംഖലയിൽ എത്തിക്കഴിഞ്ഞോ? അത് ശരിയാണെങ്കിൽ അതിർത്തിയിൽ ചൈന വിന്യസിച്ചിരിക്കുന്ന J-20 സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്ക് ഇന്ത്യ നൽകുന്ന കൃത്യമായ മറുപടി എന്താണ്? ഇത് വെറുമൊരു റഡാറിൻ്റെ കഥയല്ല. ഇത് ന്യൂഡൽഹി ബീജിങ്ങിന് നൽകുന്ന ശക്തമായ ഒരു സ്ട്രാറ്റജിക് മെസ്സേജാണ്. നിങ്ങളുടെ പക്കൽ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉണ്ടെന്ന് കരുതി ഞങ്ങളുടെ കണ്ണ് പൊട്ടിക്കാമെന്ന് വ്യാമോഹിക്കണ്ട. സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. എന്താണ് വായുശക്തി 2026 സംഭവിച്ചത്? ഇന്ത്യൻ എയർഫോഴ്സിന്റെ വായുശക്തി 2026 യുദ്ധാഭ്യാസത്തിൽ ഇന്ത്യ തങ്ങളുടെ സംയോജിത പോരാട്ട വീര്യം ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു അത്. പക്ഷേ ഇതിന് ശേഷം ആഗോള ഡിഫൻസ് സർക്കിളുകളിൽ ചർച്ചയായതൊരു പ്രത്യേക റഡാർ സിസ്റ്റമായിരുന്നു. നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം അത് റഷ്യയുടെ വിഖ്യാതമായ നെബോ UM റഡാർ ഫാമിലിയിൽപ്പെട്ട ഒന്നായിരുന്നു. ഇവിടെയാണ് കഥ രസകരമാകുന്നത്. കാരണം നെബോ UM ഒരു സാധാരണ റഡാറല്ല, ഇതൊരു ആന്റി സ്റ്റെൽത്ത് നിരീക്ഷണ റഡാറാണ്. ചൈനയുടെ കയ്യിലുള്ള J-20 പോലെയുള്ള അദൃശ്യ യുദ്ധവിമാനങ്ങളെ പൂട്ടാനായിട്ട് ഇന്ത്യ നിശബ്ദമായിട്ട് ഒരു സെൻസർ കോട്ട പണിയുകയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പ്രതിരോധ രംഗത്തെ ഒരു വലിയ മിത്ത് നമുക്കൊന്ന് പൊളിക്കാം. സ്റ്റെൽത്ത് വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഡാറുകൾക്ക് മുമ്പിൽ പൂർണ്ണമായും അദൃശ്യമാകുന്ന ഒന്നല്ല. റഡാർ സ്ക്രീനുകളിൽ തങ്ങളുടെ സാന്നിധ്യം വളരെ വളരെ ചെറുതായി കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളാണ് ഇവ. അതായത് സാധാരണ ഫയർ കൺട്രോൾ റഡാറുകളുടെ മുമ്പിൽ ഇത് പെട്ടെന്ന് പെടില്ല. ഒരു ലളിതമായ ഉദാഹരണം പറയാം. രാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നടക്കുന്നു. പക്ഷേ ആ ആളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പ്രയാസമാണ്. പക്ഷെ നിങ്ങളൊരു നൈറ്റ് വിഷൻ ക്യാമറയോ തെർമൽ സെൻസറോ ഉപയോഗിച്ചാലോ അവൻ പിടിയിലാവും. അതുപോലെ തന്നെയാണ് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ കാര്യവും. അവയെ കണ്ടെത്താൻ റഡാറുകളുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ആംഗിൾ, സെൻസർ ഫ്യൂഷൻ എന്നിവ മാറ്റണം. അവിടെയാണ് നെബോ UM കളി മാറ്റുന്നത്. റഷ്യയുടെ ഒഫീഷ്യൽ കാറ്റലോഗ് പ്രകാരം മീറ്റർ, ഡെസിമീറ്റർ ഫ്രീക്വൻസികൾ ഒരേ സമയം കമ്പൈൻ ചെയ്യുന്ന ഒരു മൊബൈൽ 3D റഡാറാണ് ഇത്. സാങ്കേതിക പദങ്ങളൊക്കെ മാറ്റിവെച്ച് ലളിതമായിട്ട് പറഞ്ഞാൽ ഇത് ആകാശത്തെ ഒരു ഭീമൻ കണ്ണാണ്. ശത്രുവിമാനം എവിടെയുണ്ട്, എത്ര ഉയരത്തിലാണ്, എത്ര വേഗത്തിലാണ് വരുന്നത്, ഏത് ദിശയിലേക്കാണ് അതിൻ്റെ നീക്കം, ഇതെല്ലാം നമ്മുടെ എയർ ഡിഫൻസ് നെറ്റ്വർക്കിന് കൃത്യമായിട്ട് നൽകാൻ ഈ സെൻസറിന് കഴിയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ പ്രവർത്തന പരിധി 10 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയാണ്. ഇതിൻ്റെ കവറേജ് 360 ഡിഗ്രി കവറേജാണ്. 80 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ വരെ ഇതിന് കണ്ടെത്താനായിട്ട് സാധിക്കും. മണിക്കൂറിൽ 8000 കിലോമീറ്റർ വേഗതയിലുള്ള ഹൈപ്പർസോണിക് ഒബ്ജക്റ്റുകളെ പോലും ഇത് ട്രാക്ക് ചെയ്യും. അതുകൂടാതെ ഓരോ 10 സെക്കൻഡിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. സുഹൃത്തുക്കളെ, ഇതൊരു മിസൈൽ ലോഞ്ചറല്ല, ഇതൊരു കിൽ വെപ്പണുമല്ല. പക്ഷേ ആധുനിക യുദ്ധങ്ങളിൽ ട്രിഗർ അമർത്തുന്നതിന് മുമ്പ് കളി ജയിക്കുന്ന റഡാറുകളാണ്. കാരണം ആദ്യം കാണുന്നവനാണ് ആദ്യം തീരുമാനിക്കുന്നത്, ആദ്യം തീരുമാനിക്കുന്നവനാണ് ആദ്യം പ്രഹരിക്കുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ അഭിമാനം അവരുടെ J-20 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ തന്നെയാണ്. വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന അതിർത്തിക്ക് സമീപം വൻതോതിൽ J-20 വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ അടുത്ത സ്റ്റെൽത്ത് വിമാനമായ J-35 അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ കണക്കുകൂട്ടൽ വളരെ ലളിതമായിരുന്നു. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള AMCA വരാനായിട്ട് ഇനി ഒരുപാട് സമയമെടുക്കും. അതുവരെ J-20 ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ആധിപത്യം സ്ഥാപിക്കാം. ഇന്ത്യ ഇങ്ങനെ എപ്പോഴും വിരട്ടിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇന്ത്യയുടെ മറുപടി ഫൈറ്റർ എന്ന രീതിയിൽ മാത്രമല്ല, നിങ്ങൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ കൊണ്ടുവരൂ, ഞങ്ങൾ റഡാർ നെറ്റ്വർക്ക്, S-400 എയർ ഡിഫൻസ്, അവാക്സ്, ഇലക്ട്രോണിക് വാർഫെയർ ഇതെല്ലാം ചേർത്ത് ഒരു തുളച്ച് കയറാനകത്ത് ലേയേർഡ് ഷീൽഡ് തീർക്കും. ഒരിക്കലും സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഒറ്റയ്ക്കൊരു യുദ്ധം ജയിക്കാൻ പറ്റില്ല. അവയെ കണ്ടെത്താനായിട്ട് ഒരു ആൻറ്റി സ്റ്റെൽത്ത് റഡാർ നെറ്റ്വർക്ക് ഉണ്ടായാൽ ചൈനയുടെ സ്റ്റെൽത്ത് അഡ്വാൻറ്റേജ് അവിടെ തീരും. ഇന്ത്യ റഷ്യയിൽ നിന്നും S-400 ട്രയംഫ് സിസ്റ്റം വാങ്ങിയത് ചൈനീസ് ഭീഷണി നേരിടാനാണെന്ന് നമ്മൾ കണ്ടതാണ്.
എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറും ഒരു മിസൈൽ മാത്രമല്ല. അതിൽ റഡാറുകൾ, കമാൻഡ് പോസ്റ്റുകൾ, ഡേറ്റ ലിങ്കുകൾ, ടാർഗറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നെബോ UAM കൂട്ടുവരുന്നത്. നെബോ UAM പോലെയുള്ള ഒരു VHF മീറ്റർ ബാൻഡ് റഡാറിന് വളരെ ദൂരത്ത് വെച്ച് തന്നെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഏകദേശ സ്ഥാനം കണ്ടെത്താനാകും. ഈ വിവരങ്ങൾ ഉടൻ തന്നെ S-400 പോലെയുള്ള സിസ്റ്റങ്ങളിലേക്ക് കൈമാറും. അതോടെ S-400-ന് മികച്ച സാഹചര്യ അവബോധം ലഭിക്കും. ഇവിടെ നമ്മളെന്നാൽ ഒരുപാട് അതിശയോക്തി കലർത്തി പറയേണ്ട കാര്യമില്ല. നെബോ UAM കണ്ട ഉടൻ ഒരു മിസൈൽ ലോക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കൃത്യമായ വിശകലനം ഇങ്ങനെയാണ്: നെബോ UAM ലക്ഷ്യത്തെ ഏർലി വാർണിംഗ് ലെവലിൽ കണ്ടെത്തും. തുടർന്ന് ഫൈനൽ ട്രാക്കിങ്ങിലൂടെയും ഫയർ കൺട്രോൾ റഡാറുകളിലൂടെയും മാത്രമേ കിൽ ചെയിൻ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ഇതിനെപ്പറ്റിയുള്ളൊരു പ്രൊഫഷണൽ അനാലിസിസ്. ഇനി നമുക്ക് ഈ നീക്കത്തിലൂടെ ഇന്ത്യ തെളിയിക്കുന്ന 5 കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ഇന്ത്യ ഇപ്പോൾ വിമാനങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. സെൻസറുകളും മിസൈലുകളും ഇലക്ട്രോണിക് വാർഫെയർ, ഡ്രോൺ ഡിറ്റക്ഷൻ, ഇതെല്ലാം ചേർന്ന ഒരു സമ്പൂർണ്ണ ബാറ്റിൽ നെറ്റ്വർക്കാണ് ഇന്ത്യ പണിയുന്നത്. 2, ചൈനയുടെ J-20 എത്ര അപകടകാരിയാണെന്നുണ്ടെങ്കിലും സ്റ്റെൽത്ത് എന്നതൊരു മാന്ത്രിക പുതപ്പല്ല. ശരിയായ റഡാർ ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ അതിനെ തകർക്കാം. 3, പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ സൗഹൃദം പുതുക്കുമ്പോഴും റഷ്യയുടെ തന്ത്രപ്രധാനമായ ചില പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യ കൈവിടില്ല എന്ന സന്ദേശമാണിത്. S-400-ഉം ഈ റഡാറും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. 4, ഇന്ത്യ പല തന്ത്രപ്രധാന ആയുധങ്ങളും പരസ്യപ്പെടുത്താറില്ല. പൊതുജനം ചർച്ച ചെയ്യുന്നതിനും എത്രയോ മുമ്പ് ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിയും. അതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് സീക്രസി. 5, ചൈനയുടെ J-20യെയും ഭാവിയിൽ പാകിസ്ഥാൻ കൊണ്ടുവന്നേക്കാവുന്ന ചൈനീസ് സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളെയും ഒരേ സമയം നേരിടാനുള്ള അടിത്തറയാണ് ഇന്ത്യ ഇതിലൂടെ പാകുന്നത്. ഈ നീക്കത്തിൻ്റെ യഥാർത്ഥ സന്ദേശം എന്താണ്? ചൈന കരുതിയിരിക്കുന്നത് ഇന്ത്യക്ക് 5th ജനറേഷൻ ഫൈറ്റർ ഇല്ലാത്തത് കൊണ്ട് തങ്ങൾക്ക് സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ്. എന്നാൽ ഇന്ത്യയുടെ കൗണ്ടർ സ്ട്രാറ്റജി ഇതാണ്: ഞങ്ങൾക്ക് 5th ജനറേഷൻ ഫൈറ്റർ വരുന്നത് വരെ ഞങ്ങൾ കണ്ണും കെട്ടിയിരിക്കില്ല. നിങ്ങളുടെ വിമാനങ്ങളെ കാണാൻ ഞങ്ങൾ സെൻസർ വലക്കണ്ണുകൾ തീർക്കും. കണ്ടാൽ ട്രാക്ക് ചെയ്യും, ട്രാക്ക് ചെയ്താൽ വെടിവെച്ചിടും. യുദ്ധത്തിൽ വാർണിംഗ് ടൈം എന്ന് പറയുന്നത് ജീവനും മരണവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ആ സമയം ഈ റഡാറുകൾ ഇന്ത്യക്ക് നൽകും. നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പരിമിതികളും പറയണം. നെബോ UAM വളരെ ശക്തമാണെന്നുണ്ടെങ്കിൽ ഇതൊരു അത്ഭുത വിളക്കൊന്നുമല്ല. യുദ്ധമുണ്ടായാൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് കടുത്ത ഇലക്ട്രോണിക് ജാമിംഗ്, ഡിക്കോയികൾ, ഭൂപ്രകൃതിയുടെ മറവുകൾ, റഡാർ സ്റ്റേഷനുകളെ തകർക്കാനുള്ള പ്രത്യേക മിഷനുകൾ, ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നെബോ UAM-നെ ഒറ്റയ്ക്ക് കാണരുത്. ഇതൊരു വലിയ പസിലിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ്. S-400, ആകാശ്, MRSAM, ഇന്ത്യയുടെ മറ്റു റഡാറുകൾ, അവാക്സ്, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഈ പ്രതിരോധ കോട്ട പൂർണ്ണമാവുള്ളൂ. ഈ നീക്കത്തിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം സിറ്റുവേഷണൽ അവെയർനെസ് ആണ്. ശത്രു ആക്രമണം തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യക്ക് സൂചന ലഭിക്കും. അത് ബാലിസ്റ്റിക് മിസൈലോ, ക്രൂസ് മിസൈലോ, സ്റ്റെൽത്ത് വിമാനങ്ങളോ, ഡ്രോൺ കൂട്ടങ്ങളോ ആകട്ടെ, മുൻകൂട്ടി കണ്ടാൽ ഇന്ത്യക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സമയം ലഭിക്കും. ഫൈറ്ററുകൾക്ക് പറന്നുയരാം, എയർ ഡിഫൻസ് ആക്ടിവേറ്റ് ചെയ്യാം, തന്ത്രപ്രധാന ആസ്തികൾ സുരക്ഷിതമാക്കാം, തിരിച്ചടി പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് ഈ റഡാർ ഒരു ഡിഫൻസീവ് ഉപകരണം മാത്രമല്ല, ഇതൊരു സ്ട്രാറ്റജിക് ഡിറ്ററൻസ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്നതിന് മുമ്പ് ശത്രു 2 തവണ ചിന്തിക്കണം. ഇന്ത്യ നമ്മളെ കാണുന്നുണ്ടാകുമോ? ആ ഒരു സംശയം തന്നെയാണ് നമ്മുടെ വിജയം. ഇന്ത്യയുടെ നീക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ഫ്രെയിമിലാണ്. ഇത് വെറും റഷ്യയിൽ നിന്ന് റഡാർ വാങ്ങിയ കാര്യമല്ല, ചൈനയുടെ സ്റ്റെൽത്ത് കോൺഫിഡൻസിനെ ചലഞ്ച് ചെയ്ത ഒരു നീക്കമാണ്. അതുകൊണ്ട് ഈ റഡാർ സ്റ്റോറിയുടെ റിയൽ ഇമ്പോർട്ടൻസ് ഇതാണ്: ഇന്ത്യ ഇനി വെറും പ്രതികരിക്കുന്ന രാജ്യമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഭീഷണികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്ന രാജ്യമാണ്. J-20 ആകാശത്ത് വരുമ്പോൾ അത് ചൈനയുടെ ആത്മവിശ്വാസമായിരിക്കാം, പക്ഷേ നെബോ UAM പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയാണ്. ആകാശം ശൂന്യമല്ല, ഇന്ത്യ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പ്രതിരോധ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.